കൂടുതലും പെണ്ണുങ്ങൾ ഇതുപോലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഡൽഹിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന്റെ പ്രധാന കാര്യം ഇതാണ്. ക്യാമറമാർക്ക് കാണുമ്പോൾ പേടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. സെക്സ് പാർട്ടി മാത്രമല്ല, ഇവിടെ സകല പരിപാടികളൊക്കെയാണ് കാര്യങ്ങൾ. ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ചുറ്റിന് ആരേലൊക്കെ ഉണ്ടാവും. നമ്മളെ ഡൽഹിയിലൊന്ന് പരിചയപ്പെട്ട മലയാളിയാണോ? ഏറ്റവും നല്ല കുട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആകർഷണ വസ്തു പൂര ഫിഷേ. ഇതിനകത്താണ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഒരു ചൂടോടെ വെക്കുന്നത്. ഓപ്പൺ ബിരിയാണി 18 വയസ്സിന് താഴെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ന്യൂഡൽഹി നൈറ്റ് ലൈഫിൽ നടക്കുന്നത് കണ്ടാൽ അറപ്പ് തോന്നിക്കുന്നതും അവിശ്വസനീയമായ കാര്യങ്ങളുമാണ്. ഒത്തിരി അധികം റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മല്ലു കിക്സ് ടൗണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാനുള്ള എന്റെ എൻട്രൻസ് ആട്ടോ. സമയം ഇപ്പോൾ 11 മണി ആയിട്ടും ന്യൂഡൽഹിയിലെ തിരക്ക് നിങ്ങൾ കണ്ടോ? രാത്രി ഇതാണ് അവസ്ഥയെങ്കിൽ രാവിലെ എത്രമാത്രം തിരക്കുണ്ടാകും. ഗൈസ്, ഇപ്പൊ ഞാൻ കഴിക്കുന്നത് മുറാദാബാദ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ചമ്മന്തി പോലത്തെ ഒരു സാധനമുണ്ട്, പിന്നെ ചെറിയൊരു ചിക്കനും ഉണ്ട്. ചിക്കൻ ഞാൻ ക്വാർട്ടർ വാങ്ങിച്ചത്, അതുകൊണ്ട് കുറച്ച് സാധനമുള്ളൂ. നമ്മുടെ നാട്ടിലെ മന്തി ഉണ്ടല്ലോ, മന്തിയില് നമ്മുടെ ചിക്കൻ വേവിച്ചിടുമല്ലോ, ആ ഒരു രീതിയിലെ സാധനം കേട്ടോ. പ്രത്യേകിച്ചൊന്നും തോന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ആരെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അത് ട്രൈ ചെയ്യുന്നത് എവിടെ വെച്ചാൽ നമ്മുടെ ഡൽഹിയിലാണ്. റെയിൽവേന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ചെറിയ നൈറ്റ് തട്ടുകടയുണ്ട്, അപ്പൊ അവിടെ നിന്നാട്ടോ കഴിക്കുന്നത്. ഈ സമയത്ത് 2 പശുക്കൾ നടന്നു പോകുന്നുണ്ടോ? യാത്രക്കാരെ കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ റോഡരികിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബസ്സാണ് ആ പോകുന്നത്. കണ്ടിട്ട് AC ബസ്സാണെന്നാണ് തോന്നുന്നത്. ഡൽഹി സ്ട്രീറ്റ് ഫുഡ് പരിചയപ്പെട്ടാലോ? പൊരിച്ചു വെച്ചിട്ടുള്ള മീനുകളാണ്. അതിന്റെ കൂടെ കിഴങ്ങ് ബജിയും വെച്ചിട്ടുണ്ട്. കണ്ടോ, പുറകിൽ നമ്മുടെ പൊടിമീന്, ചെമ്മീന്, അയല, അങ്ങനെ കുറെ അധികം മീനുകൾ പൊരിച്ച് വെച്ചേക്കുവാണ്. ഇവിടെ ആവശ്യക്കാർ വരുമ്പോൾ ചൂടാക്കി കൊടുക്കും. സാധാരണഗതിയിൽ ഹോട്ടലിന്റെ ഉൾഭാഗത്തായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ നേരെ മറിച്ചാണ്. ഹോട്ടലുകളുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളുടെ ഒക്കെ മുൻവശത്താണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു റൊട്ടി ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അയാളുടെ കുക്കിംഗ് സാധനങ്ങളും മറ്റ് സ്റ്റൗവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കമ്പിയിൽ കോർത്തു വെച്ചിരിക്കുന്നത് മുഴുവനും ചിക്കനാണ്. വെജ്, നോൺ വെജ് ആയിട്ടുള്ള ഫുഡും ഇവിടെ കിട്ടും. കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ചില്ലിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഒന്നാം തരം പശുവിൻ പാലാണ് ഈ ഇരിക്കുന്നത്. അതിനകത്ത് ചുമന്ന നിറത്തിൽ കിടക്കുന്നത് കുങ്കുമപ്പൂവാണ്. ഇദ്ദേഹമാണ് ഈ ഒരു പാനീയം ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് പറയുന്നത് 50 രൂപയാണ്. പാലും വെള്ളം എന്നും പറയാം. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. എന്നിട്ടും ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിതിലൂടെ നടക്കുമ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ കുറെ പേരുടെ നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ. തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഫുഡിന്റെ സ്പോട്ടാണ് കേട്ടോ. ക്യാമറ ചിലപ്പോൾ അതിൽ മിഷൻ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. കുറെ അധികം വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിലത്ത് കിടക്കുന്നുണ്ടോ ചെളിയും വേസ്റ്റും വെള്ളവും. ഇതിലൂടെ ചവിട്ടി വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ. പോരാത്തതിന് കൊതുകുണ്ട്. വീഡിയോ പറയാം. ചിക്കൻ കബാബ് കരള് മസാല തേച്ച് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഇത് റൊട്ടി ഉണ്ടാക്കുന്നു. വൃത്തികെട്ട ഒരു സ്മെല്ലാണ് ഇതിനകത്ത്. ഇവിടെ ക്യാമറമാർക്ക് കാണുമ്പോ എന്തോ ഒരു പേടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇതാണ് ഉരുളി പോലത്തെ ഒരു ഇതിനകത്താണ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഒരു ചൂടോടെ വെക്കുന്നത്. ഓപ്പൺ ബിരിയാണി മൊറാദിബാദി. ഓ ഇതാട്ടോ മൊറാദിബാദി ബിരിയാണി, ഹൈദരാബാദി. ഇങ്ങനത്തെ 2 ബിരിയാണി. സ്റ്റേഷൻ. ഓക്കെ ഇങ്ങനെ ആട്ടോ. ഇവിടെ ബിരിയാണി ഇവര് ചൂടോടെ വെക്കുന്ന പൂര ഫിഷ് മछली കേരള से मीन फिश मीन ഇവരുടെ മീനുണ്ടല്ലോ, ആ മീൻ ഇവര് പൊരിച്ചിവിടെ വെച്ചേക്കുന്ന കേട്ടോ. അതായത് എണ്ണക്കകത്ത് ജസ്റ്റ് ഒന്ന് മുക്കി, പിന്നെ ഓർഡർ വരുന്ന സമയത്ത്
എന്നിട്ട് അത് പൊരിച്ചു കൊടുക്കും. അങ്ങനെ കേട്ടോ റൊട്ടി ചുട്ടെടുക്കുന്ന പാത്രം. ആദ്യമായിട്ട് മനുഷ്യന്മാരെ കാണുമ്പോൾ നോക്കുന്ന പോലത്തെ നോട്ടം ഇവിടെ കാണാം. വെറൈറ്റി സാധനങ്ങളാട്ടോ. ഹായ്, ഒരു ബായി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്നാന്ന് അറിയത്തില്ല കേട്ടോ. വെറൈറ്റി ഫുഡ് എല്ലാം ഉണ്ട്. ആഹാ, ആൾക്കാരാണല്ലോ. ആ, നീ എവിടെ? നാട്ടിലെവിടെ? പാലക്കാടോ? ഞാന് കോട്ടയം. ഞാൻ നമ്മളെ ഡൽഹിയിൽ ഒന്ന് പരിചയപ്പെട്ട മലയാളിയാണോ? ഏറ്റവും നല്ല ഫുഡ് കിട്ടണ നീ ഇങ്ങോട്ട് വന്നാണ്. എന്റെ മോനെ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞ. പാലക്കാടോ വീട്? ഇല്ല, ഞാൻ കോഴിക്കോട് എവിടെ? വടകര. ഞാൻ കല്യാണം കഴിച്ച മലപ്പുറത്താണ്. കല്യാണം കഴിഞ്ഞില്ലേ? ഇവിടെ ഇപ്പൊ എത്ര വർഷമായി ഇപ്പോ? ഇത് ഞങ്ങൾ പറവയുടെ 50 വർഷം മേളായി. ഞാൻ പോയിട്ട് 40 വർഷമായി. 50 വർഷം. മാത്യു ഫാദർ തുടങ്ങിയ മാത്യു ഫാദർ തുടങ്ങിയ അച്ഛനോട് തുടങ്ങിയാണ്. എന്നാ സീനാണ്. ഇതാട്ടെ ഇവിടെ കാട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും മസ്റ്റ് വിസിറ്റ്. അത്രേ ഉള്ളൂ. നാട്ടിൽ പോയില്ല. അത് ഇവിടെ വന്നാവോ? നാട്ടിൽ പോകണം. ട്രാവലടാ. ആഹാ, 16 സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. എന്താ പേരപ്പോ? ഇല്ല, യൂട്യൂബ് ഉണ്ടോ? ഇല്ല. ഇൻസ്റ്റാഗ്രാം ഉള്ളു. ഗൈസ്, ഇങ്ങനെ ഒരു മച്ചാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ബിലാൽ ബൂം ഇൻസ്റ്റാഗ്രാമിൽ. അതാണ്. വീണ്ടും കാണാം. ബൈ. ഇവിടെ ഡൽഹിയിൽ പിന്നെ പറയാൻ ഞാൻ വിട്ടുപോയൊരു സംഭവം ഉണ്ട്. എന്നാന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പാ. ഞാനൊരു 2 ഷർട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് തണുപ്പുണ്ട് ഈ സമയത്ത് ഇവിടെ. ടാറ്റു അടിക്കുന്ന ഷോപ്പാണിത്. അകത്തൊരാള് ടാറ്റു അടിക്കുന്നുണ്ട്. ഗൈസ്, ഡൽഹിയില് പഹർഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഉള്ളത് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയല്, സെക്സ് പാർട്ടി മാത്രമല്ല, ഇവിടെ സകല പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വഴി കൂടെ പോയ സമയത്ത് എന്നോട് വന്ന് ചോദിച്ചു ഇതുപോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ നൈറ്റ്, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ശരിക്കും പറഞ്ഞാല് കൂടുതലും പെണ്ണുങ്ങൾ ഇതുപോലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മള് വഴി കൂടെ പോകുന്ന സമയത്ത് കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡൽഹിയിലുണ്ട് കേട്ടോ. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഡൽഹിയിലൊക്കെ ഒരു ഇത് കാണുമെന്ന്. അതപ്പതിച്ചു പോയെന്ന് പറയുന്ന പോലെ ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ചുറ്റിനും ആരെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ബാഗ് ലഗേജൊക്കെ കാണുമ്പോ നമ്മുടെ പുറകെ ഇങ്ങനെ വരും. അതാണ് ഈ സംഭവം. അല്ലാത്ത നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കുറെ തുണികൾ, അതുപോലെ ജീൻസ്, പിന്നെന്താ പറയില്ല, ജാക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ കൂടെ ഇതും ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ, ഈ മാർക്കറ്റിന്റെ പേരെന്ന് പറഞ്ഞാൽ മെയിൻ ബസാർ പഹർഗഞ്ച് എന്ന് പറയുന്ന ഡൽഹിയിലെ മാർക്കറ്റാണ്. ഇവിടെ രാത്രി ഒരു 11 മണി 12 ആയി. അപ്പൊ ഇവിടെ ഇപ്പം എല്ലായിടത്തും ക്ലോസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂമുകൾ അന്വേഷിച്ച ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടുത്തെ കടയും കാര്യങ്ങളൊക്കെ അടച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ പബ്ബ് കാര്യങ്ങള് അങ്ങനെയുള്ള സകല പരിപാടി ഉണ്ട്. ഇപ്പൊ ബാറാട്ടോ ഗൈസ്, മ്യൂസിക് ബാർ. 11 മണി തൊട്ട് 8 മണി വരെയാണ് ടൈം. നൈറ്റ് തട്ടുകടയാണ് ഈ കാണുന്നത്. ലിവർ പൊരിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അൽഫാം പൊരിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്ത് എന്തോ ഒരു ചിക്കനും. ഈ കാണുന്നത് കനലാണ്. നല്ല ചൂടാണ് അതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ. ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ്. ഓ, യൂട്യൂബ് ബ്ലോഗ് ഒനിയൻ പൊട്ടാറ്റോ. ഓക്കെ. പൊട്ടാറ്റോ, ബ്രെഡ്, പൊട്ടാറ്റോ ടിക്കി. നിന്റെ പേര് പൊട്ടാറ്റോ ടിക്കി എന്നാട്ടോ? ബർഗർ അന്തർ. നമ്മളെ ബണ്ണിനകത്ത് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് കയറ്റി വെക്കും. കിतना पैसा? 30 रुपए 30 रुपए. 30 രൂപ ഉള്ളു കേട്ടോ ആ ബർഗറിന്. മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, മധുരക്കിഴങ്ങ് ആയി കാണുന്നത്. നമുക്ക് വണ്ടിയാട്ടോ അത്. ഇവിടെ ആൾക്കാർ റിക്ഷ പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നൊരു വണ്ടിയാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും പ്രായമുള്ള ഒരാളാട്ടോ എന്നെ വിളിച്ചിട്ട് ഈ കടയ്ക്കകത്ത വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയാണ്. ഇതിന്റെ ഓണറാണിത്. അകത്തേക്കുന്ന ആളെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കസ്റ്റമർ പൂര ഇവര് പറയുന്നത് വെച്ചാല് ആ നാരങ്ങ അതുപോലെ മുളകൊക്കെ ഉണ്ടല്ലോ,
കടയിലെ കസ്റ്റമർ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ആവാഹിക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇവരിങ്ങനെ ചെയ്യുന്ന കേട്ടോ. എരിവുള്ള മിച്ചറ്, പട്ടാണിക്കടല, മധുരക്കടല, മഞ്ഞ മിച്ചറ്, തൊലിക്കടല ഇതെല്ലാം ചെറിയ ചെറിയ കവറുകളിലാക്കി വെച്ചേക്കാണ്. കൊതുകിനെ ഓടിക്കാൻ വേണ്ടി സാമ്പ്രാണി പോലെ എന്തോ സാധനവും കത്തിച്ച് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി മുട്ടായി ഉണ്ട്, സാധാ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ കുറേ അധികം സ്നാക്സുകൾ ഈ ഒരു കൊച്ചു ഉന്തുവണ്ടിയിൽ കയറ്റി വെച്ചിരിക്കുക കേട്ടോ. അത്യാവശ്യം കച്ചവടവും ഉണ്ട്. ഇവിടെയുള്ള പാന്റിന്റെ ഒക്കെ റേറ്റ് ആട്ടോ, അത് 150 രൂപയൊക്കെ ഉള്ളൂ. ഇത് ഹുഡിക്ക് 300 രൂപയാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് 250 രൂപയ്ക്ക് അടിപൊളി ജാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ജാക്കറ്റ് നമ്മുടെ കേരളത്തിൽ കിട്ടണേ എങ്ങനെ വന്നാലും 1500 മുകളിലാവുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ 250 രൂപ ഉള്ളു കേട്ടോ. ഇനി കൊറേ കടകളുണ്ട് പോലെ. ഗൈസ് 1800 രൂപയ്ക്ക് അടിപൊളി ഡ്രോണ് കിട്ടും കേട്ടോ. ഇതുണ്ടോ, 2 ക്യാമറ ഉണ്ട്, 2 ബാറ്ററി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതൊക്കെ ബോക്സ് പീസ് ആണ് കാണിക്കുന്നത്. അവർക്ക് സെക്കൻഡ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഡൽഹി മാർക്കറ്റിലെ റേറ്റ് ആണ്. ഞായറാഴ്ച മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഇനി റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിവിടെയുള്ള ഓൾറെഡി ഉള്ള കടകളാട്ടോ. ബോട്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ ഉള്ളു. നാട്ടിലെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈൽ കട്ടറൊക്കെ കണ്ടോ, മസാജർ. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലോട്ടുള്ള ഭാഗത്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. ഇവിടെ കുറച്ചും എന്നാ തിരക്കായിരുന്നു അറിയോ എന്റെ മോനെ. ഈ കാണുന്ന കേട്ടോ ഡൽഹിയുടെ ഇതിനകത്തോട്ട് കയറാനുള്ള എൻട്രൻസ്. മെയിൻ എൻട്രൻസ് വരുന്നത് അവിടെ കേട്ടോ. ഈ ഭാഗത്തൊക്കെ വണ്ടി നിർത്തിയിട്ടേക്കുന്നുണ്ടോ, ടാക്സി വണ്ടി. അവിടുത്തെ ഇയോൺ ആണ് ഇവിടുത്തെ ടാക്സി വണ്ടി കണ്ടോ. പഴയ നമ്മുടെ കുഞ്ഞൻ ഓട്ടോ ഒക്കെ ഉണ്ട്. നേരത്തെ ഒക്കെയെന്ന് വെച്ചാൽ നമ്മുടെ അംബാസഡർ കാറ് അത് കുറെ കാണായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറവാ കേട്ടോ. മൊത്തം ഇയോന്റെ കളിയാണ് ഇവിടെ. പിന്നെ നമ്മുടെ ഒമിനി ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇതൊരു ട്രെയിനാണ് കേട്ടോ. ഡൽഹിയിലെ നൈറ്റ് ലൈഫ് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതിമനോഹരമായ ഡൽഹിയിലെ മോർണിംഗ് കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബെല്ലൈക്കൻ അമർത്താൻ മറക്കണ്ട. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ചണ്ഡീഗഡിന്റെ വീഡിയോ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.